ഈ കാണുന്നതൊക്കെ ഇടിച്ച് ടോട്ടൽ ലോസ് ആയ വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതതിൻ്റെ ക്യാബിനാണ് ഇരിക്കണേ. ഇതതിൻ്റെ ബാക്കിലെ തൊട്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ ലോഡ് കയറ്റണേ. എനിക്ക് തോന്നുന്നു കോഴി വണ്ടിയായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഈ കിടക്കണത് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ ആ വണ്ടിയുടെ ചെയ്സ് ഞാൻ കാണിച്ചു തരാം. ചെയ്സ് ഇതേ ബെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതേപോലെ ഇവിടെയൊക്കെ വലിയ തുളയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഫുൾ തുളയായിരുന്നു ഇവിടെയൊക്കെ. അതൊക്കെ നമ്മൾ പുതിയത് തകിട് വെച്ച് സെറ്റ് ചെയ്തു, നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നുള്ള കൊറിയർ ആട്ടോ വന്നേക്കണേ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ടെയിൽ ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ കിടക്കുന്ന സാധനങ്ങളുണ്ട്, ഇതൊക്കെ ഇപ്പോൾ വന്ന സാധനങ്ങളാണ്. ആക്ച്വലി നമ്മൾ ട്രാക്സിൻ്റെയാണ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത്. ഇതിപ്പോൾ ഇതിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തലയിരുന്ന സാധനങ്ങളൊക്കെ വന്നേക്കണേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വണ്ടി പണിയെടുക്കുന്നിടത്തേക്ക് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രാക്സ്, അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ട്രാക്സിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ. കളർ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. കുറേ ആൾക്കാർ പറയും ഇന്നതടിക്കും, കുറേ ആൾക്കാർ പറയും അത് വേണ്ട വേറെ അടിക്കുക, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന ഒരു കളറാണ് നമ്മൾ എന്താണേലും സെലക്ട് ചെയ്യുള്ളൂ. പിന്നെ വണ്ടി കിടക്കുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താട്ടോ. അവിടെയാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ്, അതായത് പാച്ച് വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മൾ കൊണ്ടിട്ടേക്കണേ വണ്ടി. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 75% കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ടോപ്പിൻ്റെ പണി അങ്ങനെ കുറച്ച് വർക്കുകളുള്ളൂ. അപ്പോൾ ഇന്ന് ചിലപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ അയ്യോ, നമ്മളൊരു സൈലൻസർ വാങ്ങിച്ചായിരുന്നു, നമ്മുടെ വണ്ടിക്ക് സൈലൻസർ ഇല്ലായിരുന്നു, അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് അവിടെ പോയി നോക്കിയിട്ട് അത് ഇന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അതായത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് സൈലൻസറാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിന് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് രണ്ടാമത് വെൽഡ് ചെയ്ത് സെറ്റാക്കി ഒന്ന് ഹൈറ്റിലൊക്കെ ആക്കി പിടിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ അടിമുട്ടും. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് എന്നാലും കുറച്ചായിട്ട് പോയി എടുക്കാം, വീട്ടിൽ പോയി എടുക്കാം. വണ്ടി ഇന്നാളേലും കാണിച്ചു തരാൻ ഒരുപാട് പേര് വണ്ടി കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇഷ്ടം പോലെ മെസ്സേജ് ഉണ്ട്, ചേട്ടാ ഒരു ഫോട്ടോ ഒക്കെ അയച്ചു തരാനൊക്കെ പറയണം. അപ്പോൾ അവർക്കൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വർക്കും കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് വണ്ടി കണ്ടിട്ട് നമ്മുടെ ചേട്ടനോടൊക്കെ ചോദിച്ചു നോക്കാം, നമ്മുടെ എന്നെ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം പോയിട്ട്. കാരണം ചില ദിവസങ്ങളിലേ അവിടെ ഹെൽപ്പർ ഇല്ലാത്ത ദിവസം പുള്ളി നമ്മുടെ വണ്ടി അങ്ങ് സ്കിപ്പ് ചെയ്ത് മാറ്റി നിർത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പണികൾ, അപ്പോൾ പുള്ളിക്ക് സ്ഥിരമായിട്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പുള്ളിക്ക് അത് ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ ആകെ ഒരു ദിവസമേ കട തുറക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമവും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പിന്നെ ഇപ്പം അതില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ചൊക്കെ തുറന്നു, ശനി ഞായറും ഓഫാണ്. 2 ദിവസം അടുപ്പിച്ചൊക്കെ തുറന്നു. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഷെഡും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക ഫിനിഷ് ചെയ്തെടുക്കണം. കാരണം ഷെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വിളിച്ചൊക്കെ ചെയ്യിപ്പിക്കാമായിരുന്നു. അത് വലിയൊരു ഇതാണ്. കാരണം അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ നമ്മുടെ വണ്ടി പണിയാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെയുള്ള പഴയ വണ്ടികൾ കൊണ്ടുവന്ന് റീസ്റ്റോർ ചെയ്ത് ഇടാൻ പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബഡ്ജറ്റുള്ളതല്ല, ചെറിയ വിലയിലുള്ള കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് നമുക്കിങ്ങനെ റീസ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എന്ത് ആവുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്നാണേലും ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കാരണം ഈ ആഗ്രഹങ്ങളൊക്കെ ചിറക് മുളപ്പിച്ച ആൾക്കാർ നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളോട് തന്നെ ഇത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. ഈ കാണുന്ന വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, ആ ഒരു പിക്കപ്പൊക്കെ നിൽക്കുന്നത് ആ വർക്ക്ഷോപ്പിലാണ് നമ്മുടെ വണ്ടി എടുത്തേക്കണേ. അപ്പോൾ എണ്ണാന്നൊക്കെ ഉള്ള പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എനിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തെ കാശ് നമുക്ക് എന്താണെങ്കിലും വണ്ടി ഒന്ന് കാണാം കേട്ടോ. വണ്ടി ഇതേ ഇപ്പോൾ ഏകദേശം ഒരു 80%ഓളം തീർന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ അതേ നമ്മൾ ഇവിടുത്തെ ഈ സാധനം എല്ലാം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ട് പോയിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തു. പിന്നെ അതേപോലെ വണ്ടിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതൽ തോന്നാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഓൾട്ടർ ചെയ്തിട്ട് ചെറിയൊരു പീസും കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കട്ട് ചെയ്തു. പിന്നെ അതേപോലെ സൈലൻസറും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഉയർത്തി കൊടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഈ പീസ് കണ്ടില്ലേ, ഈ പീസൊക്കെ ഇപ്പോൾ നമ്മൾ പാച്ച് വർക്ക് ചെയ്ത് എടുത്തതാണ് കേട്ടോ. വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്ത് സെറ്റ് ചെയ്തേക്കണെയാണ്. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ വലിയ തുളയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഫുൾ തുളയായിരുന്നു ഇവിടെയൊക്കെ. അതൊക്കെ നമ്മൾ പുതിയത് തകിട് വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ അതേപോലെ ഇവിടുത്തെ പ്രോബ്ലംസൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. ഇനിയിപ്പോൾ വരുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ വണ്ടിയുടെ മുകളിലുള്ള ടോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ടോപ്പ് ചെറുതാക്കുന്ന പരിപാടിയാണ് ഇനിയിപ്പോൾ. അത് നമ്മൾ ഈ കാണുന്ന ഈ കമ്പിയുടെ ഒപ്പം തന്നെ ഈ കാണുന്ന ഇതും ചെറുതാക്കി വിടും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തൽക്കാലം സോഫ്റ്റ് ടോപ്പാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റെയിലും കാര്യങ്ങളൊക്കെ പോയതാണ്. അപ്പോൾ നമ്മൾ പുതിയ സീറ്റൊക്കെ മേടിച്ച്, പിന്നെ അതേപോലെ
നമ്മുടെ ഡാഷ്ബോർഡ് സാധനങ്ങളെല്ലാം ഊരിയെടുത്തു. അതിൽ കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം ഊരി വെച്ചേക്കുക. പിന്നെ ഈ കാണുന്നത് എന്താണ് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്ത് കളയുമ്പോൾ ബോഡിക്ക് വളവോ പൊളവോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ വെൽഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. വർക്ക് കാര്യങ്ങളൊക്കെ കാണുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സോ ഔട്ടോ ഗാരേജിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടന് ഇപ്പോൾ വേറെ ഒരു ചെറിയ വർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു EGR പൊട്ടിപ്പോയത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ണിയേട്ടാ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? കൊറോണ ആയതുകൊണ്ടല്ലേ ഇപ്പോൾ നമുക്ക് ഇതിനും പെട്ടെന്ന് സെറ്റ് ചെയ്ത് നടക്കായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ വർക്ക് ഇത്ര ലാഗ് വരുന്നത് അതുകൊണ്ട് കേട്ടോ. കാരണം എല്ലാ ദിവസവും നമുക്ക് ഇവിടെ വർക്ക്ഷോപ്പ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാം തുറന്ന് പഴയ പോലെ ആയി കിട്ടിയേക്കണേ. കാരണം ഇവിടെ TPR ഒക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് വീക്കിലി ഒരു ദിവസമേ തുറക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും തുറക്കാമെന്നൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്നത് മാറുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയുടെ പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടി ഫുൾ സെറ്റാക്കി ഇറക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത് പിക്കപ്പ് അതേപോലെയുള്ള വണ്ടികളാണ്. ആക്സിഡൻറ്റ് വർക്ക് പിന്നെ അതേപോലെ ബാക്ക് ബോഡിയൊക്കെയാണ് ഇവിടെ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇങ്ങനത്തെ വണ്ടികളും ജീപ്പും കാര്യങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇല്ല ഉണ്ണിയേട്ടാ ജീപ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വർക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആർക്കെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ വർക്കിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നേക്കണ വണ്ടിയാണ്. ആക്സിഡൻറ്റ് വർക്കാണ് ഈ വണ്ടി. കൊടൈക്കനാലുള്ള വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കണേ കേട്ടോ. ഇല്ല ഈ കാണുന്നതൊക്കെ ഇടിച്ച് ടോട്ടൽ ലോസ് ആയ വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാബിനാണ് ഇരിക്കണേ. ഇതിൻ്റെ ബാക്കിലെ തൊട്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ ലോഡ് കയറ്റണേ. എനിക്ക് തോന്നുന്നു കോഴി വണ്ടിയായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഈ കിടക്കണത് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ ആ വണ്ടിയുടെ ചെയ്സ് ഞാൻ കാണിച്ചു തരാം. ചെയ്സ് ഇതേ ബെൻഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ വണ്ടിയുടെ കുറച്ചായിട്ടോ കിടക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് റീസ്റ്റോർ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ടേക്കണേന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണേലും ഒന്ന് ചോദിച്ചു നോക്കാം ഈ വണ്ടിയുടെ. പിന്നെ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ടല്ലേ ഫുള്ളായിട്ട് ബൊലേറോ ഉണ്ട്. ബൊലേറോ ഇടിച്ച വണ്ടിയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ബൊലേറോ ഇടിച്ച വണ്ടിയാണ്. പിന്നെ അതേപോലെ ജീപ്പ് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ജീപ്പ് മഹേന്ദ്ര ഇത് തമിഴ്നാട്ടിലെ വണ്ടിയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ പണിക്ക് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മാറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ബൊലേറോൻ്റെ 1-2 മോണ്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ചെയ്ത് സെറ്റ് ചെയ്താണ്. ഇത് ആക്ച്വലി സ്ക്രാപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 540 ജീപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ കളറും കാര്യങ്ങളും ഈ സാധനമൊക്കെ ഇരിക്കണം കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഫുൾ സെറ്റ് കൊണ്ടുവന്ന് പിടിപ്പിച്ചേക്കാണ്. അത് ഇവിടുത്തെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി ഡോറും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പോകാനുള്ള കണ്ടീഷനിലേക്കാവും. തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ, അതായത് നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് കുറേ ആൾക്കാരായി നമ്മുടെ വണ്ടിയുടെ പണി എന്തായെന്ന് ചോദിച്ചിട്ട് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായിട്ട് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് മേടിക്കാൻ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നും കൂടെ വന്നിട്ടില്ലേ ഞങ്ങളത് റിട്ടേൺ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടിച്ചെന്നാണ് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇവർ വിളിക്കുമ്പോൾ ഇവരൊന്നല്ലേ സ്ഥലത്തുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്ക് ലേറ്റായി. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നുള്ള കൊറിയർ ആട്ടോ വന്നേക്കണേ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ടെയിൽ ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ കിടക്കുന്ന സാധനങ്ങളുണ്ടോ ഇതൊക്കെ ഇപ്പോൾ വന്ന സാധനങ്ങളാണ്. ആക്ച്വലി നമ്മൾ ട്രാക്സിൻ്റെയാണ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത്. ഇതിപ്പോൾ ഇതിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തലയിരുന്ന സാധനങ്ങളൊക്കെ വന്നേക്കണേ. ഇതിലിപ്പോൾ 500D CJ 500D ഇല്ലേ അതിൻ്റെ പാർക്ക് ലൈറ്റാണ് 2 എനിക്ക് വന്നേക്കണേ കേട്ടോ. ഫുൾ കോമഡിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഓമിനിയുടെയൊക്കെ ലൈറ്റ് കാണിച്ചേക്കണേ. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ കേട്ടോ നടു റോഡിൽ വന്നിട്ട്. അപ്പോൾ ഇതിനകത്ത് വന്നേക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CJ 500Dയുടെ ആ ഒരു മോഡലിൻ്റെ തന്നെ, അതായത് മഹീന്ദ്ര ജീപ്പിൻ്റെ പഴയ ടെയിൽ ലൈറ്റ്, പഴയ മോഡൽ ടെയിൽ ലൈറ്റ്, അതായത് റൗണ്ട് ഇതാണ് വന്നേക്കണേ. പിന്നെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഞാൻ ഈ ലൈറ്റ് 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ദൈവഭാഗ്യം കൊണ്ട് നമുക്ക് നമ്മുടെ ട്രാക്സിൻ്റെ ഒരു ലൈറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടില്ലേ ഈ സാധനം. നമ്മൾ മൊത്തം ട്രാക്സിൻ്റെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ട ലൈറ്റ് തന്നെ കേട്ടോ. ട്രാക്സിൻ്റെ
ഡോറിൻ്റെ ലോക്കിൽ വരുന്ന കവറ് സാധനങ്ങൾ, പിന്നെ അതേപോലെ ലൈറ്റ്, പിന്നെ ഇത് കണ്ടില്ലേ ഈ സാധനം നമ്മുടെ ട്രാക്സിൻ്റെ സീറ്റ് നമ്മുടെ ഡോറയിൽ വരുന്നതാണ്. ഇത് റൈറ്റ് സൈഡ് തന്നെ ഒരു 5-6 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഞാൻ സൈഡൊക്കെ മെൻഷൻ ചെയ്തിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ സാധനം അത് കൊണ്ട് പിടിപ്പിച്ച് നോക്കണം, വണ്ടിയുടെ അടുത്തുകൊണ്ട് നോക്കണം. ഇത് കാണുമ്പോൾ ഒരു ശകലം വലുതായിട്ട് തോന്നുന്നുണ്ട്. ഇത് ട്രാവലറിൻ്റെ ആണോ തോന്നണം എനിക്ക് കണ്ടിട്ട്. ഒരു ട്രാക്സിൻ്റെ ഇത്രയും വലിപ്പം വരാൻ സാധ്യതയില്ല, ഒന്ന് പിടിപ്പിച്ച് നോക്കണം കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഒരെണ്ണം, ഇത് അത് തന്നെ. അതായത് ഞാൻ ആകെ 2 എണ്ണം ഓർഡർ ചെയ്തു. ഇത് വീണ്ടും 2, 3, 4 3 ഡോർ വണ്ടിക്കാ 4 കഴിഞ്ഞിട്ടില്ല കേട്ടോ. 4 5 6 ഇതാണ് അവസ്ഥ. 6. പിന്നെ ഇത് ട്രാക്സിൻ്റെ ഫ്രണ്ടിൽ ബോണറ്റിൽ തന്നെ ലോക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്സിൻ്റെ. അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ സാധനം വന്നേക്കുന്നത് ജൂഡോൻ്റെയാണ്, ജൂഡോ ഗാമയ്ക്കൊക്കെ ബോണറ്റ് ലോക്ക് സ്പ്രിങ്. സംഭവം 164 രൂപ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ജൂഡോൻ്റെ വലിയ സാധനങ്ങളാണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ട്രാക്സിന് ഇത് ഷൂട്ടാവില്ല. ഇതല്ലേ നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് വേറെ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യം അങ്ങനെ കൊടുക്കണം. എനിക്ക് ഇതാണ്, ഇത് ഞാൻ ഇത്രയും സാധനം ആകെ എൻ്റെ വണ്ടിക്ക് 3 ഡോറേ ഉള്ളൂ. ഇത് ഇത്രയും സാധനം ഞാൻ എവിടെ കൊണ്ടുപോയി പിടിപ്പിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. റിട്ടേൺ ചെയ്യണം. പിന്നെ ഇത് വന്നിട്ട് ഇത് കണ്ടില്ലേ, ഈ സാധനമൊന്നും ഞാൻ ഓർഡർ ചെയ്യാത്ത സാധനം വന്നേക്കണേ. ഇതൊന്നും എന്തിനാണെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഇത് ട്രാക്സിൻ്റെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് കാര്യം മനസ്സിലായി തോന്നുന്നു. ഈ സാധനം നമുക്ക് സ്യൂട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വേറെ ഒപ്പത്തിൽ വേറൊരു സാധനം കൂടെ അയച്ചിട്ടു. ഇതും ബോണറ്റ് തന്നെ ലോക്ക് തന്നെ, ബോണറ്റ് ലോക്കായിരുന്നു. അപ്പോൾ അതങ്ങനെ. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ടായിരുന്നു, എന്തി അത് കാണാനില്ല. പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പ്. റേറ്റ് കുറവാട്ടോ, സാധനങ്ങൾക്കെല്ലാം വില കുറവാണ്. പക്ഷേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല. അതാണ് ഞാൻ പിന്നെ ട്രാക്സിൻ്റെ സാധനങ്ങളായതുകൊണ്ട് ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഓർഡർ ചെയ്താണ്. പെട്ടെന്ന് വണ്ടിയുടെ പണി തീർക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ച് അപ്പോൾ നേരെ വീട്ടിൽ പോയി ഫുഡും കഴിച്ചിട്ട് ഓടി ഇങ്ങോട്ട് വന്നാട്ടോ ഈ സാധനം മേടിക്കാനായിട്ട്. ഇന്നും കൂടെ വാങ്ങിച്ചിട്ടില്ല, റിട്ടേൺ ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ അതാണ് ഇന്ന് തന്നെ പോയി മേടിച്ചത്. അപ്പോൾ ഇമാതിരി കോമഡി ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് എത്തിച്ചേക്കാന്ന് വിചാരിച്ചു, ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത പല സാധനങ്ങൾ നമുക്ക് വന്നിട്ടില്ല. ലൈറ്റിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു, അത് വന്നിട്ടില്ല. പിന്നെ വേറെ ഞാൻ ഓർഡർ ചെയ്ത മീറ്റർ, പിന്നെ എന്താ പറയുക ഗാമയുടെ തന്നെ ഹീറ്റിങ്ങിൻ്റെ, അതായത് ഇലക്ട്രോണിക്കലി ഹീറ്റ് ആകും, അതായത് ടൈമറുള്ള ഒരു ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു, അതൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ ക്യാഷ് പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും പൈസ പേ ചെയ്തിട്ടാണ് ഈ സാധനം കിട്ടിയേക്കണേ. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇത്രയും ലോക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇവർ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരെ ഇവർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ അങ്ങ് അയച്ചു വിട്ടു. എന്തൊക്കെയോ കനം തോന്നണം പെട്ടി പിടിക്കുമ്പോൾ, അതാണെന്ന് തോന്നുന്നു ഉദ്ദേശം. 2 മാസത്തിന് അടുപ്പിച്ചായി ഈ സാധനം ഓർഡർ ചെയ്ത്. ട്രാക്സ് പോയി കണ്ട ദിവസം തന്നെ ഞാൻ ഓർഡർ ചെയ്താണ്, ഇനി വഴുകി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അന്ന് ഓർഡർ ചെയ്തിട്ട് സാധനം ഇന്നാണ് വരുന്നത്. COD ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ അടയ്ക്കണ വരെ, അതായത് നമ്മൾ അഡ്വാൻസ് കൊടുക്കണ വരെ ഇവർ വാട്സാപ്പിലൊക്കെ നമ്മുടെ അടുത്ത് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കും. ഓക്കെ സാർ സാധനം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുകയും പറയുകയൊക്കെ ചെയ്യും. പക്ഷേ സാധനം അങ്ങോട്ട് നമ്മുടെ പൈസ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു റെസ്പോൺസും ഉണ്ടാവില്ല. നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി എടുക്കത്തില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല, സാധനം ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് ഞാൻ ആ ക്യാഷ് പോയി എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഇന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പാക്ക് പോയി എടുത്തു നോക്കിയപ്പോൾ നല്ല കനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. COD ക്യാഷ് ഓൺ ഡെലിവറി എടുത്ത് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശം കേട്ടോ. പിന്നെ അതിനകത്ത് നമുക്ക് ഇവിടെ കോയമ്പത്തൂർ, അതായത് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല, കോയമ്പത്തൂരൊക്കെ പോയാൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഓർഡർ ചെയ്തതാണ്. ക്യാഷ് പോക്കാണ് ഇതിൽ ഓർഡർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നഷ്ടം എന്ന് പറയാൻ നഷ്ടം തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങളല്ല വന്നേക്കണം. ഞാൻ ഈ ജീപ്പിൻ്റെ സാധനമൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്ത് ജീപ്പിൻ്റെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും മറ്റേ ഇതുണ്ടല്ലോ ഇങ്ങനത്തെ നമ്മുടെ ഡോറിൻ്റെ ലോക്കിൻ്റെ കുറേ സാധനം, അതും ട്രാവലറിൻ്റെ. എനിക്ക് യാതൊരു ഉപകാരമില്ലാത്ത കുറേ സാധനം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ എനിക്ക് ഉപകാരമുള്ളതായിട്ട് ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
വാക്സിൻ്റെ ബ്രേക്ക് ലൈറ്റ്, ഈ കാണുന്ന ബ്രേക്ക് ലൈറ്റ് ഇല്ലേ, ഇത് 2 എണ്ണം. പിന്നെ ആ പെട്രോളിൻ്റെ അടപ്പ് മാത്രമേ എനിക്ക് ഇതിനകത്ത് ഉപകാരപ്പെട്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ക്യാഷ് കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ നഷ്ടമാണ്, അവൻ നഷ്ടം. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ വണ്ടി എടുക്കണത്ത് പോയിട്ട് വണ്ടിയുടെ ടോപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്തായി പണിയെന്നൊക്കെ ഉള്ളത്. അതിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ ഏകദേശം നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഈ വന്ന കൊറിയറിൽ നിന്ന് ഈ 2 സാധനം മാത്രമേ ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെച്ച് നോക്കാം. ഇത് വെച്ച് നോക്കേണ്ട ആവശ്യമില്ല, ഇത് വേണ്ട, ഇത് ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഈ സാധനമാണ് നോക്കേണ്ടത്, ഷൂട്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി ഈ സാധനം സ്യൂട്ടാട്ടെ. പക്ഷേ ഇത് ലെഫ്റ്റ് സൈഡത്തെ മാത്രമേ നമുക്ക് അവർ കൊറിയർ ചെയ്ത് തന്നിട്ടുള്ളൂ. ഈ ലെഫ്റ്റ് സൈഡത്തെ കറക്റ്റാണ്, റൈറ്റ് സൈഡത്തെ ഇനി അതിനകത്ത് ഒന്നുകൂടെ നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. വണ്ടിയുടെ നമ്മുടെ ടോപ്പൊക്കെ കട്ട് ചെയ്തു കേട്ടോ, ഇവിടുത്തെ ഇത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ആ കിടക്കുന്ന സാധനമാണ് ഇത് കേട്ടോ. ടോപ്പ് കട്ട് ചെയ്തതിൻ്റെ ഹൈറ്റ് കുറയ്ക്കുകയാണ് നമ്മൾ, അതായത് ഈ കാണുന്ന ഇതിൻ്റെ അതേ ഹൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്ത പീസുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, അസ്റ്റ് കണ്ടില്ലേ, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവർ വർക്കൊക്കെ നിർത്തി പോയി തോന്നുന്നു. അപ്പോൾ ഏകദേശം സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു, 5-5:30 ആയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ.